ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. വളരെ 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 സന്തോഷത്തോടെയാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. സോ ഞങ്ങളിപ്പോൾ കായംകുളത്താണ്. നമ്മൾ വന്നിരിക്കുന്നത് ജെംഫോറർ എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറിയിലാണ്. ആൻഡ് വി ആർ സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം നമ്മുടെ എക്സിബിഷന് ഉണ്ടായ ഒരു ബ്രാൻഡാണ്. നമ്മുടെ കൂടെ അഫിലിയേറ്റഡ് ആയി ഇപ്പോൾ 2-3 വർഷമായി. ഇന്ന് അവരുടെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അത് കാണാനും അവിടുത്തെ കുറച്ച് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനും അവരെ നമ്മൾ വഴി വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടുത്താനുമാണ്. സോ വി വെരി ഹാപ്പി ടു ബി ഹിയർ. നമ്മുടെ കൂടെ ഉള്ള ബ്രാൻഡ്സ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലത്തെ ഇപ്പോൾ ബ്രാൻഡ്സ് ആണെങ്കിലും ദുബായിലൊക്കെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. ജുംകി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരുപാട് പേര് ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ പ്രിയനെ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരുക്കി നല്ല സുന്ദരിയായിട്ട് കാണാം. ഒരുപാട് സന്തോഷത്തോടെയാണ് എനിക്ക് ഈ വ്ളോഗ് ചെയ്തത്. സോ നേരെ നമുക്ക് അകത്തേക്ക് പോവാം. ഇത് നോക്ക്, വലിയ അടിപൊളി ഷോറൂമാണ്. സൈസും ഒക്കെ ഇത്രയും വലിയൊരു ഷോറൂമായി. കായംകുളം HDFC ബാങ്കിന്റെ മുകളിലായിട്ടാണ് വരുന്നത് ജെംഫോറർ എന്ന് പറഞ്ഞത്. ഓൺലൈനൊക്കെ ഉണ്ട്. എന്തായാലും അകത്ത് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. സോ ഹാപ്പി ഫോർ ദം. നമ്മുടെ രാകേഷ് ബ്രോന്റെ ഷോപ്പാണ്. അതിവിശാലമായ ഷോറൂം. അതിവിശാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് കണ്ണ് തള്ളി നിൽക്കുവാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു ലെവലായിരിക്കും. ഇത് എന്ത് കാണിക്കും, എങ്ങനെ കാണിക്കും, എത്ര മണിക്കൂർ വ്ളോഗ് ചെയ്താലേ ഇത് കുറച്ചെങ്കിലും കാണിക്കാൻ പറ്റുക. ഏതൊക്കെ മാലയും കമ്മൽ ഞാൻ ഇട്ട് നോക്കി തീരും എന്നാണ് ഞാൻ നോക്കുന്നത്. ആദ്യം തന്നെ വിഷുവിന്റെ കുറച്ച് കളക്ഷൻസ് നമ്മൾ വന്നിട്ട് ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തുടങ്ങാം. അപ്പൊ വിഷുവിന്റെ റീലിനുള്ള ജ്വല്ലറി സെറ്റ് ആയല്ലോ. ഓക്കെ, പ്രിയ വന്നത് തന്നെ കണ്ടത് ഏതാ? ഇതാണ് പറഞ്ഞത്. നമ്മൾ വന്നിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മുടെ പുതിയ ലോഞ്ച് കാന്താര ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ്. കാന്താര ആ ഫിലിം കണ്ടില്ല, കിരീടത്തിന്റെ ആ ഒരു ഇത് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതിട്ട കാന്താര ആവോ പ്രിയ? അങ്ങനെയാണെങ്കിൽ ഇടിപ്പിക്കണ്ട. ഫസ്റ്റ് കളക്ഷൻ കൊണ്ട് മാഡം ഹാപ്പി ആണോ? തിരിഞ്ഞ വെരി നൈസ്. ശരിക്കും മറ്റേ എന്താ കാന്താര പോലെ അടിപൊളിയായിട്ടുണ്ട്. ഒരു കസവ് സാരിയും ഈ ഒരു ഒറ്റ മാലയും ആ കമ്മലും നോക്കട്ടെ. നൈസ്. കമ്മൽ വിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. മലയാളി മങ്ക അങ്ങ് ഇറങ്ങ. സെന്റർ പീസ് അല്ലേ? സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇതേ നോക്കുള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ട്സും സ്റ്റാർട്ടിങ് 200 ജിംക്കൊക്കെ 299 റുപ്പീസ് തൊട്ടുണ്ട്. എല്ലാത്തിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നൈസ്. ഇനി ബാക്കിയുള്ള കാണാം. മതി. അതെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അവർ ഇങ്ങോട്ട് തിരിയ. ഇതാണ് പുലിനകം പാറ്റേൺ. അപ്പൊ കാന്താരയായി പുലിമുരുകനായി. പുലിമുരുകനല്ല, പുലിനകം. പുലിയുടെ നഖത്തിന്റെ ഷേപ്പാണ് ഇതിന്റെ ഈ കണ്ട ഈ താഴെ ഇൻസ്പിറേഷൻ. ഇത് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് മോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ കാണിച്ചു തന്നു. അതിനെ ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ നെക്ക് പീസ് ആണ്. പക്ഷെ ഇതൊന്നും ആരും പറയും തൊട്ട് പ്രിയക്ക് എവിടെ ഗോൾഡിന്റെ പോലത്തെ സംഭവം വേണമെന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് വാങ്ങി തരും. എന്തൊരു ഫിനിഷ് ഇത്. 1 ഗ്രാം ഗോൾഡ് എന്നാ പറയുന്നതെന്ന്. ബ്രാസ് ആണല്ലോ മൊത്തം. നൈസ്. ഇറ്റ് ലുക്സ് റിയലി ലൈക്ക് ഗോൾഡ്. പിടിച്ചു നോക്കിയാൽ വെയിറ്റും ഉണ്ടല്ലോ. വെറുതെ ആ ഒരു എന്താ മൂല്യം തോന്നിക്കുന്നുണ്ട്. നൈസ്. ബാക്കി നോക്കുന്നതിന് മുമ്പ് ഷോറൂം മൊത്തം ഒന്ന് ആദ്യമേ കാണിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ എപ്പോ തീരാനാ ഇത്? അത് കഴിഞ്ഞിട്ട് പ്രിയയുടെ ഫേവറേറ്റ് പീസസ് വേണമെങ്കിൽ ഇട്ടും കൂടെ കാണിക്കാം. അതെ, ഇതൊന്നും കണ്ടില്ലേ? ഇതൊന്നും ഇത് നോക്ക്. അതൊക്കെ നോക്കുന്നത് ഭംഗിയാ. അയ്യോ, അതെന്താ കുന്തൻ സെറ്റോ? എന്താ ടെമ്പിൾ സെറ്റ് അല്ലേ? പ്രിയക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതുപോലത്തെ ആന്റിക് ജ്വല്ലറീസ് തന്നെയായിരിക്കും അല്ലേ? മോർ ദാൻ ഡെയിലി വെയർസ്. ടെമ്പിൾ സെറ്റ്, ആന്റിക്, മറ്റേ നാഗ ചെയിൻ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഫുൾ ട്രഡീഷണൽ ആയിട്ടുള്ള മാലകളാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ദാൻ മോഡേൺ ചെയിൻസ്. ഇതൊക്കെ കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ നോക്ക്.
അതിനെല്ലാം നല്ല അഫോർഡബിൾ റേഞ്ച് കേട്ടോ. 1000 റുപ്പീസ് ആ റേഞ്ചൊക്കെ ഉള്ളൂ കുറേ സാധനത്തിനൊക്കെ. 1400 തൊട്ട് 30,000 വരെ ഉള്ളതെന്നാണ് പറയുന്നത്. എല്ലാ റേഞ്ചിലും ഉണ്ട് സാധനങ്ങള്. ഈ പ്രിയ വ്ളോഗിങ് ഒരു കോൺസെൻട്രേഷനും ഇല്ല കേട്ടാ. ഇവിടെ വന്ന് ആരെങ്കിലും പിന്നെ നോക്കുവോ മൊത്തം? ഇവിടെ തന്നെ നോക്കണോ? ഭർത്താവിന് മൊത്തം നോക്കുന്ന എപ്പോഴറിയോ? പൈസ ബില്ലിംഗ് ചെയ്യുമ്പോ മാത്രം. ഇവിടെ വരുന്ന എല്ലാ ലേഡീസും ഇങ്ങനെയാണോ? അപ്പൊ കുഴപ്പമില്ല. അതുവരെ മുഖത്തോട്ടേ നോക്കൂല. ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ്സ് കുറച്ച് പറ. ഞാൻ അതാണ് നോക്കി, എന്താണ് നോക്കാത്തത്. ഇത് നല്ല ഭംഗിയൊന്ന് ഇട്ടോക്കട്ടെ. ഇടുന്ന ലാസ്റ്റ് ഇതെല്ലാം ലക്ഷ്മിയാ. ഇത് കണ്ടോ? ഇത് ഓരോന്ന് ലക്ഷ്മി. എന്തൊരു ഇൻട്രിക്കറ്റ് വർക്ക് അല്ലേ? എന്ത് കഷ്ടപ്പെട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്ന, ഈ കൊത്തുപണി ചെയ്യുന്ന പോലെ. ഇത് ശരിക്കും ഗോൾഡ് മുക്കുന്നവരില്ലേ, അവരുടെ അടുത്ത് തന്നെ കൊടുത്താ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെർഫെക്ഷൻ വരുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒറിജിനൽ ഗോൾഡ് പീസും കൂടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും പെർഫെക്ഷൻ ഇല്ല. കാരണം എത്ര റേറ്റ് വരും, എത്ര ലക്ഷം വരും. അതുകൊണ്ടാണ് ഇതൊന്ന് ഇട്ടോക്കട്ടെ. ലാസ്റ്റ് ഇടാം. ഏതാ? ചോക്കർ സെറ്റ്. ഓക്കെ. അയ്യോ സോറി, അതിന്റെ തന്നെ വേറെ ഒന്നും കണ്ടോ? ഇതിലും ഉണ്ട്, ലക്ഷ്മി ഉണ്ട്. നടുക്ക് ടെമ്പിൾ സെറ്റിന്റെ കല്ല്. മേളില് കൊറേ ചോക്കർ സെറ്റ് ഉണ്ട്. ഓർമ്മയുണ്ട് എന്റെ കല്യാണത്തിന് ഞാൻ തലയിൽ ടെമ്പിൾ സെറ്റ് ഒക്കെ ഡാൻസിന് പോകുന്ന അത് ഞാൻ എന്റെ കല്യാണത്തിന് ശേഷമാണ് ഒരു ട്രെൻഡ്. അയ്യോ പിന്നെ ഒരു ട്രെൻഡ് സെറ്റർ വന്നിരിക്കുന്നത്. എന്റെ കല്യാണത്തിന് ശേഷമാണ് അതൊരു ട്രെൻഡ് ആയത്. പിന്നത്തെ എല്ലാ കല്യാണങ്ങളും ഞാൻ നോക്കുമ്പോ എല്ലാവരും അത് മാറി വെച്ചിട്ടുണ്ട്. ഇല്ല അല്ലേ? ആദ്യമേ തന്നെ ഇതിന്റെ ഒന്ന് എക്സ്പാൻസ്, അതിന്റെ ഒരു സൈസ് തന്നെ നിങ്ങളത് കാണിച്ചു തരട്ടെ. എന്നിട്ട് വേണം കുറച്ച് ക്ലോസ് കാണിക്കാൻ. ഗോൾഡ് ഷോപ്പിന്റെ സൈസ് തന്നെ ഉണ്ട്. പിന്നെ ശരിക്കും എന്ത് സൈസാ നോക്കി. ഇതല്ലാതെ ഇതിന്റെ ബാക്കിലും ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മൊത്തം ഇത് തന്നെ അവരുടെ ഷോറൂം സ്പേസ് ആണ്. അങ്ങനെ നടന്നത് ഇപ്പുറം വരെ വരുമ്പോ ഈ സൈഡിലും വേറെ കളക്ഷൻസ് വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ. എന്റെ അമ്മോ, കാര്യം കാണിച്ചു തരാം. അത് ഈ മറ്റേ ആനയുടെ ബാഹുബലി അല്ല, ആനയുടെ തലയിൽ നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഒരു മാല. എവിടെ? ഇത് നോക്ക്. അതിന്റെ വർക്ക് നോക്ക്. ലക്ഷ്മി ഉണ്ട് ഇവിടെ. ടെമ്പിൾ സ്റ്റോൺസ് ആണ്. ഇത് വേറെ മാലയാണ്. പക്ഷെ ഈ ഒരു മാല ഇട്ടാൽ ഒരു ആന വരുന്ന പോലെ ഉരുണ്ട് വരുന്ന പോലെ ഇരിക്കും അല്ലേ? ഇട്ട പോലെയാ അല്ലേ? അത് മാറിയുണ്ട് വാക്ക്. ഇതിൽ ഏതൊക്കെ കാണിക്കും ഇപ്പൊ. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഷോപ്പിൽ വന്നാൽ നിങ്ങൾ എന്നെ പോലെ കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ, ഏതെടുക്കണം എന്നുള്ളത്. എടുക്കാതെ എന്തായാലും പോവില്ല. അതെ, മാത്രല്ല ഇവർക്ക് ഇങ്ങനത്തെ തന്നെ ലക്ഷ്മിയുടെ സരസ്വതിയുടെ ഒക്കെ പല പല പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ്. ഗണപതിയുടെ ഉണ്ട്. വാവ്, ഇത് നോക്ക് ഇങ്ങനത്തെ സ്റ്റോൺസിന്റെ നല്ല ഭംഗിയില്ലേ? എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാൻ തന്നെ അതാണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഏതിട്ടിട്ട് നോക്കണം എന്നല്ലേ? എന്ത് ഭംഗിയാ. വേറൊരെണ്ണം കണ്ടില്ലേ? ഇത് നോക്ക്. ഇത് ശരിക്കും ഒരു ഇതുപോലെ ഇല്ലേ, പൂക്കളൊക്കെ ഇട്ടൊരു മാല പോലെ. കാശുമാലയുടെ തന്നെ പല ലെയർ കാശുമാല. ഗ്ലേസിംഗ് നോക്ക്. എനിക്ക് ഇതൊക്കെ ഇടണം എന്നാ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പ്രിയയുടെ ഉള്ള ഗോൾഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങുക, എന്നിട്ട് ഇതൊക്കെ വാങ്ങി ഇട്ടാ മതി. ഇവരുടെ ഐഡിയ കൊള്ളാട്ടോ. അതായത് ബ്രൈഡ്സ് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവരത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് 3 സെറ്റ്. അങ്ങനെ നമുക്ക് സെറ്റായിട്ട് തന്നെ ഇടാം. ഇത് 2 സെറ്റ്. അങ്ങനെ സെറ്റായിട്ട് ഇടാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും മാല ഇതിന്റെ ഇടയിൽ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്തിടാം. ഇപ്പൊ കൺഫ്യൂഷൻ അല്ലല്ലോ ഇതിന്റെ കൂടെ ഏത് പോകും എന്നുള്ളത്. ഇപ്പൊ ഇതിന്റെ കണ്ട, ഇതിന്റെ താഴെ ഇങ്ങനെ മണിയുള്ളതുകൊണ്ട് ഇതിന്റെ മാളിലും ഇങ്ങനെ മണിയുള്ള മാല. അത് കല്ലും ഇൻഡിവിജ്വലായിട്ടും കൊടുക്കും. ഐഡിയ കിട്ടാൻ വേണ്ടി സെറ്റ്. അതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 ഇങ്ങനെ. വാവ്, ദിസ് ഈസ് സോ നൈസ്. നല്ല ഭംഗിയില്ലേ? ഈ കാശിന്റെ കൂടെ ഈ കാശ് അങ്ങനെ സെറ്റ് ആയിട്ട് ഇടാം. അത് നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കി, മേളിൽ നോക്കി. എല്ലാം ഇൻഡിവിജ്വൽ കളക്ഷൻസ് ആണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ഈ ഒറ്റ മാലയിട്ട് ഇടില്ലേ? ഇതെങ്ങനെ ചെറിയ ഫംഗ്ഷൻസ് ഇടുന്നത്? അല്ല, ചെറിയത് ചെറിയ
കല്യാണം വരെ എത്തിയിട്ടില്ല, അതിനു മുമ്പ് ചെറിയ ഫംഗ്ഷൻസ് എന്തൊക്കെയാ അറിയോ? ഒരു പാലുകാച്ചൽ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അതൊക്കെ ഒരു ഫംഗ്ഷൻ അല്ലേ? അങ്ങനത്തെ ഫംഗ്ഷന് ഈ ഇൻഡിവിജ്വൽ ചെയിൻസ് പോലത്തെ ഇടാം. എന്തോരം കളക്ഷൻസ്. ഭർത്താക്കന്മാരൊക്കെ ആലോചിക്കുന്നു, ഓഹ് അവൾക്ക് കല്യാണത്തിനൊരു മാല, പാലുകാച്ചലിനൊരു മാല, എല്ലാം കൂടെ ഇവിടെ എടുത്താൽ ചെലവില്ലല്ലോ. ഒരു സ്വർണത്തിന്റെ അത്രയും പോലും പൈസ ഒന്നുമില്ലല്ലോ. അതാ. അപ്പൊ നിങ്ങൾ എന്തായാലും വാങ്ങാൻ പറയണം കേട്ടാ ഹസ്ബൻഡ്സിനോട്. അപ്പൊ കല്യാണം കഴിഞ്ഞു, ഇനി എന്താ? റിസപ്ഷൻ. അപ്പൊ നമ്മൾ റിസപ്ഷൻ എന്തിടും? ഇങ്ങനത്തെ ടൈപ്പ് ഡയമണ്ട്സ് വെച്ച ഓർണമെന്റ്സ് ഇടും. അമേരിക്കൻ ഡയമണ്ട്. അതൊരു ഈവനിങ് ഫംഗ്ഷൻ ആണല്ലോ. ഈവനിങ് ഫംഗ്ഷൻ ആരും ഗോൾഡ് ഇടില്ല, എല്ലാരും ഡയമണ്ട്സ് ആണ്. തിളങ്ങി ജിഗ സാരി എടുത്തിട്ട് ഡയമണ്ട്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാ? അതാണ് എന്റെ കൺഫ്യൂഷൻ. അത് കൺഫ്യൂഷൻ തീർക്കുക. ഈ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ ചിലവരുടെ കല്യാണം കണ്ടിട്ടുണ്ട് കേട്ടാ, തമിഴ്നാട്ടിലൊക്കെയാ കല്യാണത്തിന്റെ ദിവസം ഗോൾഡിന് പകരം ഫുൾ ഡയമണ്ട്സ് ഇങ്ങനെ തിളങ്ങും അറിയോ. ഡയമണ്ട്സ് മാത്രം ഇട്ട് മണ്ഡപത്തിൽ കയറി വന്ന ബ്രൈഡ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ ഗോൾഡ് പോലെയാന്നേ പറയുള്ളൂ കണ്ടു കഴിഞ്ഞാ. റോസ് ഗോൾഡ് അല്ലേ? അതായത് ഡയമണ്ട് കട്ടും അതിന്റെ ശരിക്കാ വർക്ക് ശരിക്കും ഗോൾഡ് ആന്നേ പറയുള്ളൂ. പക്ക ഡയമണ്ട് സെറ്റ് പോലെ. അതെ, മറ്റേ കരീന കപൂറിന്റെ മലബാർ ഗോൾഡ് അല്ലേ? See this? So pretty, no? Yeah. ഇത് ഈ കളറില് ഒരു പ്ലെയിൻ സാരി ഉടുക്കുക. പ്ലെയിനോ? ഓക്കേ. പ്ലെയിൻ സാരി മീൻസ് അത് ഒരു ഹാപ്പി സ്റ്റോറി കിട്ടുമായിരിക്കും. അത് കിട്ടും, അതവിടെ കിട്ടും. എന്നിട്ട് ഈ ഒരു മാല, ഒറ്റ ഒരു മാല, അല്ലെങ്കിൽ ഒരു വൈറ്റ് സാരിയുടെ കൂടെ ഈ ഒരു മാല നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ വർക്ക് ഒക്കെ ഒന്ന് എടുത്തത്. ഇത് കണ്ടോ, പിങ്ക് കളർ. നൈസ്. എന്തൊരു പെർഫെക്ഷൻ ആണ് നോക്ക്. ഇഷ്ടമുള്ള എടുത്തോ പ്രിയ, ഇഷ്ടമുള്ള എടുത്തോ. എന്നാ ഇപ്പൊ തന്നെ എടുത്തോ, ഇനി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഏത് വേണം എടുത്തോ. റേറ്റ് നോക്കണ്ട, എനിക്കറിയാം എത്ര വരും. നമുക്ക് റാൻഡം ആയിട്ട് നോക്കാം. നോക്കട്ടെ പ്രിയ സെലക്ട് ചെയ്തത് എത്രയാ? അത് ഓ ഭയങ്കര എക്സ്പെൻസീവ് പ്രിയ, പറ്റില്ല. 3700 രൂപ. അപ്പൊ പിന്നെ ബഡ്ജറ്റ് എത്രയാ? ധൈര്യത്തോടെ എടുത്തോളാനാ പറഞ്ഞത്. 500 രൂപയോ? വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ, വെരി എലഗന്റ് ഓൾസോ. നൈസ് പാറ്റേൺ, ക്ലാസി പാറ്റേൺ. ഇവരുടെ ഫിനിഷ് കണ്ടോ? ഒറ്റ ഒരു സ്ഥലത്ത് ഞങ്ങള് ക്ലോസ് അപ്പ് വരെ പോയി നോക്കിയാലും ഒരു സ്ഥലത്ത് പോലും വർക്കിന് ഒരു പ്രശ്നം ഒന്നുമില്ല. അവർ അത്രയും നോക്കിയെടുക്കുന്ന. ഇൻഫാക്ട് ഇവർ നമ്മുടെ ഷോപ്പിൽ ചോദിച്ചായിരുന്നു സ്പേസ്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സൗകര്യമുണ്ട്, അപ്പൊ ഇത്രയും കണ്ടാലേ ആൾക്കാർക്ക് അതിന്റെ വാല്യൂ അറിയുള്ളൂ. ഇപ്പൊ നമ്മള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇവര് പരമ്പര നഗറിലേക്ക് കൊണ്ടുവരാൻ നോക്കുവാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇവരുടെ ഷോപ്പിലേക്ക് വരണം. ഞാൻ കണ്ട് കൺഫ്യൂസ്ഡ് ആയ പോലെ നിങ്ങളും വന്ന് കൺഫ്യൂസ്ഡ് ആവണം. നമ്മൾ പരമ്പര നഗറിൽ ഇവരോട് പറഞ്ഞു ഇതുപോലത്തെ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അത്രയും നല്ല കളക്ഷൻസ് ആണ്, ഹിറ്റ് ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്തായാലും അടി കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരുപാട് നല്ല സെയിൽ ഇവർക്ക് നടക്കുന്നുണ്ട്. വെബ്സൈറ്റ് ലോഞ്ച് ആവുന്നുണ്ട്. സോ എല്ലാ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം, ഭയങ്കര പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. നല്ല പ്രിയയുടെ ഫേവറേറ്റ് സ്ഥലങ്ങൾ എത്തിയില്ല, ജിമിക്കികള്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? നൈസ്. പാട്ടെന്താ? ജിമിക്കി കമ്മൽ. അതിനെക്കാട്ടി ബെറ്റർ ഇപ്പൊ മറ്റേ വേദുവിന്റെ ഫേവറേറ്റ് പാട്ട് ഇടുന്ന മറ്റേ ജിമിക്കി ജിമിക്കി ജിമിക്കി. ഓ മൈ ഗോഡ്, എന്തായാലും ഇതൊക്കെ ഇട്ട് കാണുമല്ലോ, ഇപ്പൊ എല്ലാം ഇടുമല്ലോ. വാട്ട് ഈസ് ദിസ്? മൈ ഗോഡ്. പക്ഷെ ഇതൊക്കെ കേട്ടാ കാത് കേൾക്കുവോ? അല്ലെങ്കിലേ കുറച്ച് കുറവാ അല്ലേ, പ്രായമൊക്കെ വരുമല്ലേ. അല്ല എന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. കല്യാണത്തിന്റെ ഇതും കൊള്ളാം അല്ലേ. ഇതൊക്കെ ജിമിക്കിയുടെ കളക്ഷൻസ് നോക്കിക്കേ. ഒരു റാക്ക് അല്ല, 2 റാക്ക്. ഇത് നോക്കി ജിമിക്കിയുടെ. ഇത് ഡിഫറെന്റ് ആട്ടോ. ഇത് താഴെ കണ്ടോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. മാംഗോ ഡിസൈൻ. എനിക്കൊരു മാങ്ങ മാലയുണ്ട്, അതിന് മാച്ച് ചെയ്ത ജിമിക്കിയാ. അപ്പൊ അത് വേണമെങ്കിൽ എടുക്കാം. നല്ല ഭംഗിയില്ലേ? വിചാരിച്ചു 2 റാക്കേ ഉള്ളൂന്ന്, പക്ഷെ അതല്ല, തെറ്റിദ്ധാരണയായിരുന്നു, വെറും തെറ്റിദ്ധാരണ. ഇവിടെ വരുവോ എന്റെ അമ്മേ? ഇതിൽ ഏറ്റവും വലിയ ജിമിക്ക് ഏതാ ഞാൻ നോക്കുക. ഏറ്റവും വലുത് ഏതായിരിക്കും? ഏതായിരിക്കും ഏറ്റവും വലുത്? എനിക്ക് തോന്നുന്നു ഇതാണോ? ഏത്? ഇതാണോ ഇതാണോ? അല്ല അല്ല, ഇതല്ലേ?
ഏറ്റവും വലുത് നോക്കി നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം. ഈ ജയഭാരതി ഉണ്ടല്ലോ, ജയഭാരതിക്ക് ഒരു വലിയ കൊട ജിമിക്ക് ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അത് പഴയ മറ്റേ എൻ്റെ അമ്മയ്ക്ക് അവർക്കൊക്കെ അറിയാം, പഴയ ഒരു പാട്ടുമില്ലേ ആ ജിമിക്ക് ഇട്ടിട്ട്, അതിന് ശേഷം ആ ജിമിക്ക് ഭയങ്കര പോപ്പുലറായി. ജയഭാരതി ജിമിക്ക് അവസാനം അതിന്റെ പേര്. കൊട പോലെ ഇരിക്കും, ഭയങ്കര വലുതാ ജിമിക്ക്. നമുക്കത് തിരിച്ച് ട്രെൻഡിൽ കൊണ്ടുവരാം. പ്രിയ മറ്റേത് കല്യാണം ഇങ്ങനെ ട്രെൻഡായി പറഞ്ഞ പോലെ ഈ ജിമിക്ക് ട്രെൻഡ് ആവും നോക്കാം. അവസാനം ജയഭാരതി ചെയ്തും തരും. പ്രിയ ജിമിക്ക് വലിയ കൊട അല്ലേ. അപ്പൊ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് കേരള ട്രഡീഷണൽ ജ്വല്ലറിയാണ്. നമ്മുടെ കാശുമാല, നാഗപടം, അങ്ങനത്തെ കേരള ട്രഡീഷണൽ ജ്വല്ലറിയാണ് ഈ സെക്ഷൻ. പിന്നെ ഈ സെക്ഷൻ വന്നിട്ട് മുസ്ലിം ബ്രൈഡ്സിനുള്ള ജ്വല്ലറിയാണ്. അപ്പൊ ആദ്യം കേരള ട്രഡീഷണൽ ജ്വല്ലറി കാണിക്കാം. കാശുമാല, നാഗപടം, മാല, പുലിമുരുകൻ. ഇത് കാശുമാല കം എന്താ താഴെ മണി നല്ല ഭംഗിയുണ്ട്. കാശുമാല കം മണി, ഈ മാലയുടെ പേര്. ഇതേ മാല എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കുറച്ച് ഇത് 2 ലെയറാ, അനുവിന്റെ 3 ലെയറാ കാശുമാല അനു ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സംഗീത ജ്വല്ലറി ആയിരുന്നു അത് കേട്ടോ, സെയിം തന്നെ. പക്ഷെ ദിസ് ഇസ് 3, അനുവിന്റെ കയ്യില് 3 ലെയർ. എന്ത് ഭംഗിയാ അറിയോ കാണാൻ അല്ലേ? ഇതൊക്കെ ശരിക്കും നമ്മുടെ അമ്പലത്തിലൊക്കെ താലികെട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ അധികം ജ്വല്ലറി ഒന്നും ഇടില്ലല്ലോ, അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു ഒറ്റ ചെയിൻ ഇട്ടാ മതി താലി കെട്ടുമ്പോ. കണ്ണാടി പോലെ ഉണ്ടല്ലോ, ഈ വാൽക്കണ്ണാടിയുടെ പാറ്റേൺ ആണത് അല്ലേ? ഇത് വാൽക്കണ്ണാടിയുടെ ലോക്കറ്റാ. വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ? വാലുള്ള കണ്ണാടി അല്ല. കഴിക്കണ വല്ല സാധനമാണോ എന്ന് ആദ്യം ചോദിക്കുന്നത്. എന്താ ആൾക്കേ വാലുണ്ട്, ഇനി കണ്ണാടിക്ക് എന്തിനാ വാലെന്ന്? ബോറ് ചിരിക്കാനൊന്നുമില്ല, കോമഡി ഒന്നും അല്ല കേട്ടോ. ഇതാണ് വാൽക്കണ്ണാടി പാറ്റേൺ. കാശുമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ആൾക്കാർ കമന്റ് ചെയ്തോളും. എനിക്ക് മനസ്സിലായില്ല, ഞാൻ കട്ട് ചെയ്തിട്ട് ആലോചിക്കാം. ഓക്കെ, ഇതാണ് കാശുമാല പാറ്റേൺ, പഴയ ടൈപ്പ്. ഇതും പഴയ ടൈപ്പ് കാശുമാല പാറ്റേൺ ആണ്. പിന്നെ ഇത് മാങ്ങാ പാറ്റേൺ അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു കേട്ടാ അല്ലെ? വിഷുവിന് കൃഷ്ണന്റെ ഒരു ഇതുള്ളത്. അപ്പൊ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ ലോക്കറ്റിൽ കണി കണ്ടാ മതി. ഞാൻ വിഷുവിന് ഒരുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാവൂലല്ലോ, ഇവിടെ വിഷുവിന്. അപ്പൊ ഞാൻ ഈ മാല ഇട്ടിട്ട് ഞാൻ വന്ന് നിക്കാം, ദില്ലു എനിക്ക് തന്നെ ഇപ്പോഴും വിഷുവിന് എന്താ പറ്റുക അറിയോ? കണ്ണടച്ച് വരാൻ പറ്റില്ല, വിളിക്കുന്ന ആളെ ആയിരിക്കും ആദ്യം നമ്മൾ നോക്കുന്നത്. അത് ഇത്തവണ പറ്റില്ല. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ദില്ലു എന്റെ നേരെ ലോക്കറ്റിൽ നോക്കുക. അപ്പൊ കൃഷ്ണനെ കണ്ടതുമായി വിളിച്ച ആളെ കാണത്തുമില്ല. നല്ല ഐഡിയ അല്ലേ? ഇത് ഹിന്ദുവിന്റെ ഐഡിയൽസും ഡിസൈൻസും അല്ലാതെ റിലീജിയൻ ന്യൂട്രൽ ആയിട്ടുള്ള ജ്വല്ലറീസ്. അപ്പൊ ക്രിസ്ത്യനോ മുസ്ലിംസോ ഹിന്ദുസിനോ ആർക്കും ഇടാൻ പറ്റിയ ടൈപ്പ് പാറ്റേൺസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്, 3 ലെയറില് നോക്ക്, നല്ല ഭംഗിയല്ലേ? ഇത് കുറച്ചും കൂടെ ഒരു പോളിഷ്ഡ് പോലത്തെ ഒരു ലുക്ക് അല്ല, ഒരു കുറച്ച് ആന്റിക് പോലത്തെ. നല്ല ഭംഗിയല്ലേ? അതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് പാറ്റേൺസ് ആണ് പുതുതായിട്ട് ഇറങ്ങുന്നത്. ഇതൊക്കെ ഇന്ന് കല്യാണ സമയത്തുള്ളതാ, ഈ ലക്ഷ്മിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പഴാ കാണുന്നത്. ഇത് കണ്ടോ, തിന്നാണ്. അന്ന് ആ തിന്നിന്റെ ഇതില് ലക്ഷ്മിയുടെ പടവും ഉണ്ട്, അതില് സ്റ്റോൺസും ഉണ്ട്. നല്ല ഭംഗിയില്ലേ? ഇപ്പൊ പ്രിയനോട് പറഞ്ഞാൽ മതി, എല്ലാവരും കുറച്ച് കാണിച്ചു ഇനി ഇഷ്ടമുള്ള ഇടാൻ. അപ്പോഴേക്ക് ഇത് നോക്ക്, അത് നോക്കത് ആന, ആനയുടെ വള കൊള്ളാല്ലേ? തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോഴാൻ അത്രയൊന്നും വേണ്ട എന്റെ അമ്മോ. തൃശ്ശൂർ പൂരത്തുമ്പോ വള നോക്കാനാണല്ലോ ടൈം ആൾക്കാർക്ക്. അല്ല, അതിന് മാച്ച് ചെയ്ത ഒരു ആനയുടെ മാല, ഒരു നെറ്റിപ്പട്ടോ എല്ലാം ആയിക്കോട്ടെ. തൃശ്ശൂർ പൂരത്തിന് പോകുമ്പോഴാൻ ഒരു കമ്മലും വളയും പോയല്ലേ. ഇത് ചെട്ടിനാട് ഫിനിഷ് ആണ്, കൊള്ളാല്ലേ? അതാ ഒരു റെഡിഷ് ലുക്ക് അല്ലേ, ചെട്ടിനാട് ലുക്ക്. ഓക്കെ, പക്ഷെ ഇതാ ഭംഗിയുണ്ട്. ഇത് ഗ്രീൻ ഉണ്ടായിരുന്നു, അത് പോയിന്ന്.
കൊള്ളാം, റിയലി നൈസ്. കൊള്ളാല്ലേ? കമ്മലും കൊള്ളാം. കൊള്ളാല്ലേ? എന്തുടാ പാറ്റേൺ ഇത്? ഇതെന്ത് പാറ്റേണാ? ഇതെന്ത് പാറ്റേണാ? വെറുതെ ഭംഗി കണ്ട് എടുക്കുന്നതല്ലേ? കണ്ട് ഞാൻ എടുത്തിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ ഈ റെഫറൻസ് കൊണ്ടുവരിക, സ്ക്രീൻഷോട്ട് ആയിട്ട് വരും അല്ലേ? അപ്പൊ സാധനം കിട്ടുന്നതായിരിക്കും. നൈസ്. നല്ലതല്ലേ? ഡിഫറെന്റ് അല്ലേ? മറ്റേ സാധാരണ You are itself different, no? ഇപ്പൊ മനസ്സിലായോ എന്ത്? ഈ റീല് കാണുമ്പോ മനസ്സിലാവും ദിലു ചേട്ടന്റെ ക്രിയേറ്റിവിറ്റിയും കഴിവും. ഒരു നല്ല ക്യാമറമാനും കൂടെ കിട്ടിയാൽ പൊളിച്ചാനേത്. അത് റീലിന് മനസ്സിലാവും ഈ സംഭവം കൊള്ളാം. ഇതെന്താണ് പാറ്റേൺ അതും അറിയില്ല, ഭംഗി കണ്ടിടുവാണ്. ആന്റീക്ക് ട്രഡീഷണൽ പാറ്റേൺ ആണ്. ഓക്കെ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മികളുണ്ട്. ഓക്കെ. ലക്ഷ്മികൾ ലക്ഷ്മിയുണ്ട്, മണിയുണ്ട്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ? അവസാനം ഒരു സ്ഥിരം ഡയലോഗ് വരും, നല്ല ഭംഗിയില്ലേ? അതെന്തായാലും വരും കേട്ടോ. നോക്കട്ടെ. ഓ സൂപ്പർ. ഇത് ഭയങ്കര ഗ്ലേസിംഗ് അല്ലേ? സ്റ്റോൺസിന്റെ റിഫ്ലക്ഷൻ അറിയുന്നു. ഇത് കണ്ട നടുക്ക് സ്വാൻ ആണോ ഡക്കാണോ? സ്വാൻ ആണോ അല്ലേ? നല്ല ഭംഗിയില്ല. ആ കുന്തന്റെ ഈ മറ്റേ കുഞ്ചനല്ല, ടെമ്പിൾ സെറ്റിന്റെ കൂടെ ചേർന്ന് വരുമ്പോ ടെമ്പിൾ സെറ്റ് എന്ന് പറഞ്ഞ ടെമ്പിൾ റൺ അല്ല. എന്താണ് ടെമ്പിൾ സെറ്റ്? പ്രിയയുടെ കല്യാണം എന്റെ തലയിൽ വെച്ചതാണ് ടെമ്പിൾ സെറ്റ്. ഇനിയിപ്പോ ദിലുവിനെ പഠിപ്പിക്കുക ഞാൻ. ഇതെന്താണത്? ടെമ്പിൾ സെറ്റ്. ടെമ്പിൾ സെറ്റിന്റെ കല്ല് വെച്ചിട്ടാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാല ചെയ്തിരിക്കുന്നത്. എന്റെ കമ്മലും കണ്ടോ? എനിക്കത് മയിലാന്ന് തോന്നുന്നു. മയിലല്ലേ? നോക്ക്, മയില് പോലെ ഉണ്ട് എനിക്ക് കമ്മല് കണ്ടപ്പോ. നോക്കിക്കേ, മയിലല്ലേ? നിങ്ങൾ പറ, മയിലാണോ? മയിലാണോ അത്? ഇത് ഇട്ടിട്ട് പോയാൽ ആരെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കൂല. നോക്കാറില്ലല്ലോ. ഓഹോ, ഇങ്ങനെ മാല നോക്കി തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അല്ലേ? സ്പെഷ്യലി ലേഡീസ് അല്ലേ? നല്ലല്ലേ? ഡയമണ്ട് വാങ്ങിത്താന്ന്. ഇതല്ല ഡയമണ്ട്, ഡയമണ്ട് സെറ്റ്. അപ്പൊ മാഡം അത് ഊരി വെക്കും. ഇതുവരെ അത് ഊരിയിട്ടില്ല, അത് ഊരിയിട്ടില്ല, ഈ വള ഊരിയിട്ടില്ല. ഷൂട്ടൊക്കെ കഴിച്ചിട്ടും അത് ഊരാൻ തോന്നുന്നില്ല. ഇറങ്ങിപ്പോവല്ലേ? ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് വല്ല 10 കോടി വല്ലതും ചോദിക്കും ഇത് കണ്ടു കഴിയുമ്പോ. കൊടുക്കില്ലാന്നറിയാലോ പിന്നെ. അതെ ചേട്ടാ തിരിച്ചു തരണ്ട, ആ വഴി പോയിക്കോ, ഞാൻ വേണമെങ്കിൽ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അങ്ങോട്ട് തരാമെന്ന്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ജംഫറിന്റെ പുതിയ കളക്ഷൻസ്? നല്ല കളക്ഷൻസ് ആണ്. ട്രഡീഷണൽ കളക്ഷൻസും ഉണ്ട്, എന്നാ മോഡേൺ കളക്ഷൻസ്. പക്ഷെ നമ്മള് ടു ബി ഓണസ്റ്റ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. മാത്രമല്ല ട്രഡീഷണൽ കളക്ഷൻസ് ഇത്രയും കുറേ ഉള്ള കളക്ഷൻസ് ഷോപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ. എല്ലാത്തിനും 1 ഇയർ വാറന്റി ഉണ്ട്. ലക്ഷ്മി തന്നെ പല ടൈപ്പ് ലക്ഷ്മികളും മാലകളും സരസ്വതി മാലകളും ഒക്കെ ഉണ്ട്. കൂടാതെ മുസ്ലിം കളക്ഷൻസും ഉണ്ട്, ക്രിസ്ത്യൻ കളക്ഷൻസും ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവും. കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവരുടെ പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. gem4her.com എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജിലും gem4her തന്നെയാണ്. അതിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നും അതെ, ഇവിടെ വന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഉടനെ തന്നെ എറണാകുളത്തും വരും ഇവരുടെ ഷോറൂം, അവിടെയും വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രിയ ഹാപ്പി ആയിട്ട് പോവാണ്. കുറെ നാളുകൾക്ക് ശേഷം എത്രയും ഒരുങ്ങി കണ്ടത്. അതെ, ഒരുങ്ങി ഓരോരോ മാലകൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇട്ടെങ്കിലും ഈ വീഡിയോയില് പ്രിയ ചേച്ചി സുന്ദരിയായിട്ടൊന്ന് പറയുവാണെങ്കിൽ ജംഫോറർ എന്നാണ് എന്റെ ക്രെഡിറ്റ് പറയണം കേട്ടോ. ചേച്ചി ആ മറ്റേതും പറയണം, ആ മാലയാണ് നല്ലത്, ഈ മാലയാണ് നല്ലത് എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.